വരുമ്പോ അത് ഉടുത്തു പോയിട്ട് പിന്നെ ചമ്മന്തി കുടിക്കല. ചാമ്പൊക്കെ ഉണ്ടായിക്കല്ലോ, പഴുത്ത് കൊളി നല്ല ചോപ്പുണ്ട്. അല്ല വേണ്ട, വരുമ്പം പറിക്കാം. നല്ല തേങ്ങ, ഓളെ പോലെ തന്നെ തടിച്ച തേങ്ങ. ഇത് ഇവളാടിയാ ഉണ്ടാവുള്ളു. ആ കാലത്ത് സുഖേനെ അങ്ങ് കൊണ്ടെടങ്ങ് വെക്കട്ടെ. ഇവിടെ ഓളെ കണ്ണെന്തായാലും എത്തുന്ന. ആ സുബൈദനെക്കാട്ടും വലിയ കള്ളത്തി ജമീല. എന്നോടാ അവളെ കളി. എന്താ ജമീല? അല്ല എന്താ ഇപ്പൊ ചുരിദാറെല്ലാം ഇട്ടിട്ട്? ഞാൻ ഇനി മുതൽ വീട്ടിൽ നിന്ന് ചുരിദാറിടാന്നാണ് എത്തിയെ. പിന്നെ പഴയ ചുരിദാറെല്ലാം ഉണ്ട്, അതിങ്ങനെ വെച്ചിട്ട് എന്താ എനക്കൊരു സങ്കടം പോലെ അത് പോയി പോന്നേനെ. അതുകൊണ്ട് അടുത്തിട്ട് അതല്ലേ ചെറുപ്പക്കാരി പെൺകുട്ടിയൊക്കെ ചെയ്തു. ഈ വയസ്സായിരിക്കല്ലേ ഇവിടെ ചേരാനാ? അതെന്താ അങ്ങനെ? ഇപ്പം വന്നേ? അല്ല, ഞാൻ മഞ്ഞപ്പൊടിക്കാൻ വന്ന, എന്നാലും ചേരൂലട്ടാ. ഒത്തിരി മഞ്ഞപ്പൊടി നോട്ടെ, കറി വെക്കാൻ ഒത്തിരി മഞ്ഞപ്പൊടി ഒട്ടുമില്ല, പറ്റിപ്പോയിക്ക്. ഇക്കാക്കാണെങ്കിൽ ഇല്ലേ, പണിയും കഴിഞ്ഞ് ഇടുമ്പോ ചോറില്ലാണ്ട് ഇറങ്ങൂല. ചോറിനാണെങ്കിൽ കറി വയ്ക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്ന് മഞ്ഞളിന്. ഇനി മഞ്ഞളൊന്നും ആക്കണ്ട, അല്ല ഞാൻ എന്തായാലും വെച്ചപ്പോ കുറച്ച് കറി കയറിപ്പോയിക്കും. കുറച്ച് ഞങ്ങൾ എടുത്തോ. ഉപകാരായി പോയി. എനക്കാണെങ്കിൽ കറി വെക്കാൻ കഴിയല്ലേനും. ഇച്ചിരി മോരുണ്ടാവും. മോരൊന്നും വാങ്ങയില്ല, കാരണം നമ്മക്ക് എല്ലാവർക്കും ഗ്യാസിന്റെ പ്രശ്നം. മോരെല്ലാം കൂട്ടിട്ട് അയ്യോ വേറെ പ്രശ്നമാക്കണ്ട. എനിക്ക് രണ്ടാക്കുള്ള കറി ഉണ്ട്, അധികമൊന്നും ഇല്ല കേട്ടാ. നീ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറിന്? ഞാന് മീൻ പൊരിക്കുന്നാളെ, വേറൊന്നുമില്ല. മീനും പിന്നെ പറ്റിയുണ്ട്, ഇന്നലത്തെ ചൂടാക്കിട്ട് തിന്നാന്നാ വിചാരിക്കുന്നത്. എനിക്ക് മീൻ കിട്ടിയിട്ടാ, ഓനൊന്നും വന്നിട്ടില്ല. പിന്നെ എവിടെ എനിക്ക് മീന്? അത് മെഞ്ഞാന്ന് വാങ്ങിയ മീൻ, അദ്ദേഹം ഫ്രിഡ്ജിൽ വെച്ചിരിക്കാൻ. എന്റെ ഇക്കാക്ക് മീനില്ലാണ്ട് ഇറങ്ങൂല. എനിക്കിപ്പൊ ഓർമ്മയായത്. എന്നാ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് മീനുണ്ട് മുറിച്ച് വെച്ചാൽ 2 കഷ്ണം എന്തായാലും ഉണ്ടാവും. ഇത് ഞാൻ മീൻ പൂച്ചക്ക് കൊടുക്കാൻ വെച്ചേന്. നല്ല മീനാ, ഞങ്ങൾ എടുത്തോ. എനിക്ക് വേണ്ട, ഇങ്ങനെ എടുത്തോ. പൂച്ച കൊടുക്കാൻ വെച്ച ഞാൻ അങ്ങ് പോട്ടെ. എന്നാ ശരി, വൈകുന്നേരം ഇങ്ങോട്ട് വാട്ടാ. ഇനി ചോറിന് എന്തെങ്കിലും ഉണ്ടാക്കിക്ക, കറിയല്ലാണ്ട്. ചമ്മന്തി ഇപ്പൊ പോയി പൊടിക്കണം. ഇച്ചിരി മുളകും ഉപ്പും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് അതും ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പൊ എന്നാ മറന്നില്ല. എന്നാ ശരി, വൈകുന്നേരം ഇങ്ങോട്ട് വാട്ടാ. വന്നിട്ടെന്താ എന്നെ തായിയായിട്ട് ഇരുന്നുണ്ടാ? അവിടെ വിളിച്ചിട്ട് കണ്ടോലെ പരിദൂഷണം പറയാനല്ലേ. ഇതെന്തായാലും കുറച്ചോനെ ഇവള് പോവാത്തെ. അല്ലാ, എന്റെ തേങ്ങ വെള്ളത്തിലായ. പോയി. അല്ലാ പഠിച്ചോനെ, എന്റെ തേങ്ങ ഇത് കിട്ടിയേക്കണ്ട. 2 ദിവസം തേങ്ങ. അല്ലാ, എന്റെ തേങ്ങ എടുത്തു. കള്ള സുബൈദ് എന്റെ കണ്ണ് ഇവിടെ എത്തിയാലോ. കാണിച്ചു കൊടുക്ക. ഓക്കെ, ഇനിയിപ്പോ ഇവളോട് തേങ്ങക്ക് ചോദിച്ചാ മോശം. വേണ്ട, ചോദിക്കണ്ട, പോവാ. എന്താക്കാന, ചമ്മന്തി കൂട്ടി ചോറ് തിന്നാളെ യോഗം എനിക്കില്ലേ. അല്ലാ, ഇത് കുരുക്കറിയില്ലേ? ഇക്കാക്ക് കുരുക്കറി പറ്റൂലല്ലോ, ഗ്യാസ് അല്ലേ. പഠിച്ചോനെ, ചാമ്പൊക്കെ പറിച്ചിട്ടില്ല. പറിച്ചക്ക് ഇതുപോലെ പറിച്ചക്ക്. ഇവിടെല്ലാം അവള് ഉണ്ടാക്കാൻ നിൽക്കുന്നേന്നാ. വലിയ അവളെ എടുത്തക്ക്. എന്നിട്ട് ചെറിയ ഒന്നാ അവള് ഇവിടെ വെച്ച്. എന്നാ ചാമ്പൊക്കെ മരത്തോടോള് കാത്തിരിക്കും. പഠിച്ചോനെ, സുബൈദ. അല്ലാ, ജമീലയുടെ സൗണ്ടിലാ കേൾക്കുന്നേ. തേങ്ങ പൊക്കിയല്ല ഇപ്പോൾ കാണൂലേ. ഇപ്പൊ എന്താ ചെയ്യ? പഠിച്ചോനെ കൂടിയല്ലോ, എന്താ പറഞ്ഞ ഒപ്പിക്കാം, അതായിരിക്കുന്നത്. എന്താണ് ജമീല? ഷാളിന്റെ ഉള്ളിൽ കണ്ടിട്ട് തേങ്ങ പോലെ ഉണ്ടല്ലോ. ഇത് തേങ്ങ തന്നെ. ഇതായിരുന്നു ഇത്ര വലിയ തേങ്ങ? നോക്കട്ടെ, നല്ല വലിപ്പമുണ്ടല്ലോ. അത് സെയില തന്നെയാ. സെയിലയാ? ഞാനിപ്പൊ അടുത്ത് കരിമാങ്ങി വരുന്ന. പിന്നെ അടക്കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ ആദ്യമേ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടേനും, തേങ്ങ എന്തെങ്കിലും എടുത്തോന്നോട് പറഞ്ഞിട്ടേനും. അങ്ങനെ എടുത്തിയാ. കക്കൊന്നുമില്ലേ? അല്ലോ, പഠിച്ചോന്നും ഇഷ്ടപ്പെടൂല കക്കലൊന്നും. കൊള്ളത്തി. എവിടെയായാലും അവളെ കണ്ണു നിർത്തുക.
ഇത് അതില് വലിയൊരു ചാമ്പക്കാണ്ടിക്കല്ലോ അതെടുന്നാ? അത് ഞാൻ തേങ്ങ എടുക്കാൻ പോയോളോട് ചോദിച്ചേ, എല്ലാരും പറിച്ചല്ലേ? അല്ല ഇനി ഞാൻ എത്തിയതല്ലേ തേങ്ങ എടുക്കാനും വന്നേ. ഞാൻ അന്നേരം ചാമ്പക്കേനെ എടുത്തൊന്നും ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചു നേരം മുന്നേ ഓളോ ഫോൺ വിളിച്ച് പറഞ്ഞതാ. എന്നാലും ഓൾ അങ്ങനെ ഒരു സാധനം തരൂല. എനിക്ക് ഇപ്പം പറയണ്ട, ഞാൻ കട്ടിക്കുന്നായിരിക്കുംല്ലേ? പിന്നെ എന്നാ പറയണ്ടേ? പിന്നെ ബാക്കിയുള്ള എടുത്തെല്ലാം കട്ടതായിരിക്കും. ഞാൻ നിന്നെ തേങ്ങന്റെ കാര്യമല്ല അറിയുന്നേ, ഇന്റെ കാര്യം നോക്കി പോയാ പോരെ. കറി മയക്കല്ല അവിടെ പോയിട്ട്. കറിയൊക്കെ ഓള് തന്നതല്ല, ഞാൻ ഇങ്ങനെ കട്ടെടുത്തൊന്നുമില്ല. എനിക്കൊരു കാര്യം കേൾക്കണം, ഞാൻ അവിടെ പോരില്ലേ സീന ചുരിദാറെല്ലാം ഇട്ട് നിന്ന് അല്ലേ? ഓക്കെ ചുരിദാറിട്ടും ചേരുവാ, മാക്സി ആയിട്ട് എടുത്തിട്ടാ പോരെ. എന്നിട്ട് പറയുന്ന ഓളെ പണ്ടത്തെ ചുരിദാറാലും ഇതെല്ലാം ഞാൻ ഉള്ള പോലെ തന്നെ പറഞ്ഞിക്ക്. അത് ഈ ചെറിയ കുട്ടിയേക്കാ ചേരുള്ളൂ, ഈ വയസ്സായി നിക്കടിയായി മുഖത്ത് നോക്കി പറഞ്ഞിക്ക. എനക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, ഞാൻ പറയേണ്ടത് അതുപോലെ പറയും. പിന്നെ വേറൊന്നിനല്ലോ ഓള് ചുരിദാറിടുന്നേ. ഓക്കെ വീട്ടിൽ നിന്ന് ഈ ചുരിദാർ ഇട്ട് നടക്കണമെങ്കിൽ നമ്മളിങ്ങനെ അടുക്കെടുക്കുമ്പോൾ അതുപോലെ കറിയും. ഇനി നാളെ ആക്കുന്നത് എങ്ങനെ കൊണ്ട് ചമ്മന്തി ആണെങ്കില് കുറച്ച് എനക്കൊന്നാണെങ്കിൽ ഞാൻ ഇന്നങ്ങ് വിചാരിച്ചു പോയി ചമ്മന്തി കൂട്ടിയിട്ട് കുറച്ച് ചോറ് തിന്നണെന്ന്. അതിപ്പോ ഇനി എന്തായാലും ഉണ്ടാക്കൂല, കുറച്ചേരം ഞാൻ ഇതാടെ വരൂട്ടാ. ചമ്മന്തി അല്ല, ഉപ്പേരി ആക്കിക്കില്ല, കറിയും ആക്കിക്കില്ല. അപ്പൊ എന്തായാലും തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറിയും വെക്കും ഉപ്പേരിയും വെക്കും. അല്ലേ ഇത് അങ്ങ് തീരും. ഇതാടുന്ന് കറി ഇത് ചമ്മന്തി ഇതൊന്നും അല്ലാണ്ട് വേറൊന്നും കറിയില്ലേ? ഇന്നലെ കുടുംബശ്രീ നീ പറഞ്ഞിട്ടില്ലേ എന്തോ ഗോപി മഞ്ചൂരി അത് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒന്ന് ഇനി ഉണ്ടാക്കിയ കറിയേതാ? അത് കുറച്ച് ഉണ്ടാക്കണോന്നാ പറഞ്ഞേ. ഉണ്ടാക്കുമ്പോ ഞാൻ വരാ. കുറച്ച് മാണിയേനു, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒട്ടും കയ്യല്ല. ഇതെന്താ ചക്കക്കുരി കറിയല്ലോ പറഞ്ഞേ? അത് പോരായിട്ടാ? ഓ എനിക്ക് കറി വേണ്ടേ വളയിട്ട കറി. എന്നാ ഞാനിങ്ങ് പോകണം. വെക്കുന്ന കറിയും ചമ്മന്തി ഉപ്പേരെല്ലാം ഒക്കെ കൊടുത്തിട്ടില്ല. എന്താ ഓളെ വിചാരം? പന്തന്റെ ഉള്ളിലോളെ തേങ്ങ വെക്കല് ഉള്ളി വെച്ച് ഞാൻ കാണൂല അല്ലേ? ഞാൻ ഓളൊക്കെ മുന്നേ ഞാൻ വ്യക്തമായിട്ടാണ് കാണുന്നത്. പുറത്തുള്ളതുകൊണ്ട് അതാരാളി വന്നേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? നിങ്ങളിവിടെ ഇട്ട് അങ്ങേക്ക് പായല്ല കണ്ടിട്ട് ആങ്ങളെ തോളോട്ടു അല്ലേ പിന്നെ നോക്കിയ ഒരാഴ്ച മുന്നേ അല്ലോ ഗൾഫിൽ നിന്ന് ആരോ വരുന്നുണ്ട് തന്നെ. ഞങ്ങളുടെ ഭാര്യ പോലെ ഇരിക്കുക തിന്നാല്. എന്നാ നമുക്ക് മുട്ടായിയെല്ലാം കൊടുത്തരും. മുട്ടായി ചിലപ്പോ പോണ്ട, പോയാ മോശ. ഇവിടെ ഇരുന്നാട്ടെ പോയോ? നമ്മൾ നോക്കുന്നോളം എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് മുട്ടായി എന്തായാലും കൊണ്ടുത്തരും. അത് കിട്ടാതിരിക്കൂലേ? മഴയെ ഓടിക്കൂടാതെ വീരുന്ന് നീടിയാ നോക്കുന്നേ. ഇവിടെ രണ്ടാളും നിക്കുന്ന ഞാൻ കണ്ടിക്ക്. അത് ഇവളടുത്ത് കുറച്ച് പച്ചരി വാങ്ങാൻ വന്നതാ. അന്നേരം അങ്ങ് സൊറ പറയലായിപ്പോയി. ഓള് പച്ചരിക്കൊന്നും വന്നിക്കില്ലേ എന്റെ അടുത്ത്. ഇനി അവളെ എന്റെ അടുത്ത് പച്ചരിക്ക് ചോദിച്ചേ? ഓളിവിടെ എന്തോ കണ്ടിട്ട് വന്നതാ. അതാരാളിഞ്ചാടെ വന്ന ആങ്ങളുടെ ഓളും ആങ്ങളെയാ? കണ്ടിക്കും കൂടിയില്ലാലോ. അപ്പൊ എന്തൊക്കെ മനസ്സിലാക്കില്ല. അത് ഓലാ വന്നേ. ഓല് ദുബൈന്ന് വന്നിക്കേനു. അന്നേരം ഞാൻ ഉണ്ടാക്കിയ കുറച്ച് നെയ്പ്പത്തിലും മുട്ടത്തുർക്കാലും ഇതാ ആങ്ങളെ ഭാര്യയാണ്. ഒക്കെ കൊടുത്തേക്കിട്ടാ. ആദ്യം കൊടുത്തു. സുബൈദ കുറച്ച് ഞാനൊന്നും പറയൂല. കറിവേപ്പിലൊക്കെ ഇപ്പൊ എന്ത് പൈസ, പീടിയില ഇറങ്ങാൻ പറ്റൂല, ഭയങ്കര പൈസ. പിന്നെ കറിക്ക് താളിപ്പിടാൻ നോക്കിയാലില്ലേ കറിവേപ്പിലില്ല. ഇവിടെ ഇടക്കിടക്ക് എഴുത്തുണ്ട് ഇതുപോലെ മൂടോടെ കുത്തിക്കൊണ്ട് നോക്കണ്ടത്. ഇതെല്ലാം നോക്ക്. ഇഞ്ഞോട് ഇടക്കിടെ എത്തുണ്ടാവൂലേ? അതുകൊണ്ട് ആ കറിവേപ്പിലെല്ലാം കണ്ടാളൂ. ഞാനായിരുന്നു പറിക്കല്. അത് ഞാനൊന്നും എടുത്തല്ല, അത് ഓളാറ്റി എടുത്തിരിക്കും. ഞാൻ സത്യമായിട്ട് ഞാൻ അന്ന് തൊട്ടിക്കില്ല. കള്ളന്മാരെ പറിച്ചു കഴിഞ്ഞാ പഠിച്ചവനെ പൊക്കി. എന്റെ കറിവേപ്പില മാത്രം വളരുന്നില്ലേനു, ബാക്കി എല്ലാ ചെടിയും വളരുന്നുണ്ട്. ഞാൻ വിചാരിച്ച അപ്പുറത്ത് നിന്നാട്ട പറിക്കില്ല, നിങ്ങളാന്ന് എനിക്ക് തിരിഞ്ഞിക്കില്ലേനു. പിന്നെ ഞാൻ തേങ്ങ അരക്കാൻ നോക്കുമ്പോ തേങ്ങയും കാണുന്നില്ല. എല്ലാം ഇങ്ങനെ കക്കാലങ്ങളെ പണി. പിന്നെ എന്റെ തേങ്ങ ഞാനൊന്നല്ല എടുത്തേ. നേരത്തെ ഇല്ലേ ഇനി സുബൈദാക്ക് തേങ്ങ കൊടുത്തു എന്ന് പറയുന്നിട്ട് ഇനി കൊടുത്തല്ലേ ഓക്ക് തേങ്ങ? ഞാനാ
ഇവിടെ എനക്കെന്നാ അരി വെക്കാൻ തേങ്ങയില്ലേ പിന്നെയല്ല ഞാൻ ഇപ്പം കൊടുത്തത് നിങ്ങക്ക് ചോദിച്ചാ പോരേനാ ചോദിച്ചാ ഞാൻ എന്തെങ്കിലും തരൂലേനാ ഇങ്ങനെ കക്കുന്നതിനാ പിന്നെ കൈകൊണ്ടിരുന്ന ആളെ കണ്ടാ മതി. എന്നാ ഞാനിങ്ങ് പോട്ടെ കേട്ടാ. ആ ഞാന്